നിലവിൽ ഇന്ത്യക്ക് അഞ്ചാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനങ്ങളൊന്നുമില്ല. അപ്പോഴാണ് നമ്മുടെ ലോക്ക്ഹീഡ് മാർട്ടിൻ നിർമ്മിച്ച F-35 US ഇന്ത്യക്ക് കൊടുക്കാമെന്ന് ഏറ്റത്. പക്ഷെ ഇപ്പോൾ ഇന്ത്യക്ക് അത് വേണ്ട. അപ്പോൾ റഷ്യ പറയുന്നു ഞങ്ങൾ തരാം 5th ജനറേഷൻ വാർപ്ലെയിൻസ്. ഇന്ത്യ അതിനോട് എങ്ങനെ പ്രതികരിക്കും? വാങ്ങുമോ? ഇപ്പോൾ വാങ്ങുമോ ഇല്ലയോ എന്ന് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം അതിന് ഈ പാർലമെൻറ്റിൻ്റെ അനുമതി വേണം. പ്രത്യേകിച്ചും ഇത്രയും വലിയ ഇടപാടുകളൊക്കെ നടക്കുമ്പോൾ, ഇപ്പോൾ റഫേലൊക്കെ നമ്മൾ വാങ്ങിയത് അറിയാമല്ലോ എങ്ങനെയാണ്. അപ്പോൾ അത് പാർലമെൻ്ററി കമ്മിറ്റികളിലൊക്കെ ചർച്ച ചെയ്യണം, അവിടെ ഭൂരിപക്ഷ അഭിപ്രായം കിട്ടണം, പിന്തുണ കിട്ടണം, അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് കടമ്പകൾ അതിനുണ്ട്. പക്ഷേ ഇന്ത്യ വാങ്ങാൻ തയ്യാറാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്ത്യക്കിപ്പോൾ 5ാം തലമുറ യുദ്ധവിമാനങ്ങളൊന്നുമില്ല, പോർ വിമാനങ്ങളില്ല. സ്റ്റെൽത്ത് വിമാനങ്ങൾ, നമുക്ക് സ്റ്റെൽത്ത് സബ്മറീൻസ് ഉണ്ട്, വിമാനങ്ങളൊക്കെ ഉണ്ട് നമുക്ക്. പക്ഷേ ഈ 5ാം തലമുറയിൽപ്പെട്ട വിമാനമില്ല. നമ്മളതിൽ ഇരിക്കുന്ന മിഗ് കാലഹരണപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ സുഖോയ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് വെർഷനൊക്കെയാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റഷ്യയുടെ ഓഫർ നമ്മൾ അതിനെ സംബന്ധിച്ചൊരു ചർച്ചയെങ്കിലും നടക്കും. അപ്പോൾ ഇതൊന്നും ഇന്ന് തീരുമാനിച്ച് നാളെ വാങ്ങുന്ന സാധനങ്ങളല്ല. വളരെ കൂലങ്കഷമായി ചിന്തിച്ച് പരിശോധിച്ച് സാങ്കേതിക വിദഗ്ധരുടെ എല്ലാം അഭിപ്രായങ്ങൾ മാനിച്ചാണ് ഇത് വാങ്ങുന്നത്. അല്ലാതെ കോൺഗ്രസ് ഭരിച്ചാലും BJP ഭരിച്ചാലും നാളെ ഇനി ഇടതുപക്ഷം ഭരിച്ചാലും ഇതൊന്നും കയറി അങ്ങനെ ചുമ്മാ കയറി അങ്ങ് നമ്മൾ അപ്പുറത്ത് മറ്റേ ലുലു മാളിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കൊണ്ട് വരുന്നത് പോലെ വാങ്ങുന്നതല്ല. ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഈ അമേരിക്കയുടെ F-35 പോർ വിമാനങ്ങൾ നമ്മൾ വേണ്ടെന്ന് പറഞ്ഞു. കാരണം ഈ ട്രംപിൻ്റെ പിടിവാശിയും നമ്മളുടെ അടുത്തുള്ള മുഷ്കും ഒക്കെയാണ് അതിന് കാരണം. ട്രംപ് ഈ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതും അതുപോലെ തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള അമേരിക്കയുടെ ഈ പാകിസ്ഥാനെ ഒക്കച്ചങ്ങാതിയാക്കിയുള്ള അമേരിക്കയുടെ നീക്കവുമൊക്കെ നമുക്കത്ര സുഖിക്കുന്നില്ല. നരേന്ദ്രമോദിയെ സംബന്ധിച്ച് അതൊന്നും അദ്ദേഹം ടോളറേറ്റ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അത് സഹിക്കും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രംപിനോട് നോ പറയാൻ നമുക്കൊരു മടിയുമില്ല. മാത്രമല്ല ഈ അമേരിക്കൻ ജനത വലിയ തോതിൽ ഈ ഇന്ത്യയുമായിട്ട് ഉരസലുണ്ടാകുന്നത് കൊണ്ട് തന്നെ ട്രംപിനോട് അവർ എതിർപ്പ് വർദ്ധിപ്പിക്കാൻ കാരണമാകും. വലിയ പ്രതിഷേധം അമേരിക്കയിൽ ഉണ്ടാകും ട്രംപിനെതിരെ. അതുകൊണ്ട് അതൊക്കെ നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മൾ അക്കാര്യത്തിൽ അങ്ങനെ നമ്മളൊരു ബഹളത്തിനൊന്നും പോകുന്നില്ല. വേണ്ട, നിങ്ങളുടെ സഹായം വേണ്ട, ഞങ്ങൾ നോക്കിക്കൊള്ളാം. അപ്പോൾ ഇപ്പോൾ റഷ്യ ഈ SU സുഖോയ് 57E എന്ന് പറയുന്ന 5ാം തലമുറ വിമാനം വലിയ വ്യവസ്ഥകൾ ഒരുപാട് ഉദാരമാക്കിക്കൊണ്ട് നമുക്ക് നൽകാം എന്നാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് നമ്മളെ രാജ്യത്ത് യുദ്ധവിമാനങ്ങളിൽ അതിൻ്റെ പാർട്സുകളെല്ലാം വാങ്ങിച്ച് അസംബിൾ ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത്, അതിൻ്റെ മെയിൻ്റനൻസും എല്ലാവരാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടുത്തെ ഫാക്ടറിയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ പാർട്സുകൾ തരാം, നിങ്ങൾ 60% നിങ്ങൾക്ക് ഇന്ത്യയിൽ വെച്ച് തന്നെ അസംബിൾ ചെയ്യാം. അതിൻ്റെ അർത്ഥം സാങ്കേതിക വിദ്യ കൂടി കൈമാറുന്നു എന്നാണ്. അതൊരു വലിയ നേട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ അക്കാര്യത്തിൽ വളരെ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ സാങ്കേതിക വിദ്യ കൂടി നമുക്ക് കിട്ടുകയാണെങ്കിൽ, നമ്മളെ സംബന്ധിച്ച് ഇപ്പം നമ്മളൊരു സ്വന്തമായിട്ടൊരു എൻജിൻ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഈ എയ്റോപ്ലെയിൻ എൻജിൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കാവേരി എന്നാണ് നമ്മളതിന് പേരിട്ടിരിക്കുന്നത്. അപ്പോൾ അതിന് നിരവധി പരീക്ഷണങ്ങൾ ഇനിയും നടക്കാനുണ്ട്. അത് നടന്നതിന് ശേഷം മാത്രമേ നമുക്കതിനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ നിർമ്മിക്കാൻ സാധിക്കൂ. അത് നമ്മൾ പലരുടെയും ടെക്നോളജി, അമേരിക്കയുടെ ടെക്നോളജിയും ഒക്കെ ഉപയോഗിച്ചാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. പലരുടെയും സംഭാവനയുണ്ട്. നമ്മുടെ ഇത്രയും കാലത്തെ പരീക്ഷണങ്ങളുണ്ട്, ഗവേഷണങ്ങളുണ്ട്, ഒക്കെയുണ്ട്. ഇവിടെ ഇപ്പം നമുക്കറിയാം ഈ GE എന്ന് പറയുന്ന അമേരിക്കൻ കമ്പനി, ജനറൽ ഇലക്ട്രിക്കൽസ്, അവരാണ് നമുക്ക് ഇപ്പോൾ ഈ തേജസ് എന്ന് പറയുന്ന നമ്മുടെ പോർ വിമാനങ്ങൾക്കുള്ള എൻജിൻ തരുന്നത്. അവരാണ് നിർമ്മിച്ചു തരുന്നത്. അത് 2009 ഒപ്പിട്ട കരാറ് 2023 വരെ അനങ്ങിയിട്ടില്ല. 24 മൂന്നാം മോദി സർക്കാർ വന്നതിന് ശേഷമാണ് അക്കാര്യത്തിൽ വലിയ മാറ്റമുണ്ടായത്. അത് നമ്മുടെ വ്യോമസേനാ മേധാവി പോലും അക്കാര്യത്തിൽ വലിയ ആശങ്ക അറിയിക്കുകയും അതിനെ കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്തു അമേരിക്കയുടെ നടപടി. അങ്ങനെ ഇപ്പോൾ അവസാനം അതിൻ്റെ ആദ്യത്തെ ലോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ തേജസ്
ഏതാണ്ട് വിമാനങ്ങൾ കമ്മീഷൻ ചെയ്യുന്ന ഘട്ടത്തിലാണ് വ്യോമസേനയ്ക്ക് താമസിയാതെ കൈമാറും. അപ്പോൾ ഈ മിഗ് കാലഹരണപ്പെട്ടതുകൊണ്ട്, അത് റഷ്യൻ ടെക്നോളജിയാണ്. മിഗ് നമ്മൾ പതുക്കെ മാറ്റുകയും ആ സ്ഥാനത്തേക്ക് നമ്മൾ ഈ തേജസ്സും അതുപോലെ തന്നെ ഈ പുതിയ വിമാനങ്ങൾ, ഇപ്പോൾ റഫേൽ തന്നെ നമ്മൾ നാവികസേനയ്ക്ക് വേണ്ടി 26 ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ നമ്മൾ ഈ കാലോചിതമായ പരിഷ്കരണം അല്ലെങ്കിൽ മാറ്റം നമ്മൾ ഈ രംഗത്ത് കൊണ്ടുവരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ റഷ്യയെ സംബന്ധിച്ച് ഈ 60% ഇന്ത്യയിൽ അസംബിൾ ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഈ പുതിയ 5ാം തലമുറ വിമാനത്തിൻ്റെ പാർട്സുകളൊക്കെ ഇവിടെ എത്തിക്കാം എന്നവർ പറയുമ്പോൾ സാങ്കേതിക വിദ്യയും കൂടെ നമുക്ക് കിട്ടുകയാണെങ്കിൽ അത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. അതെ. ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ അസ്ത്ര എയർ ടു എയർ മിസൈലുകൾ, രുദ്ര ആൻറ്റി റേഡിയേഷൻ മിസൈലുകൾ, വിരൂപാക്ഷ AESA റഡാർ എന്നിവയൊക്കെ നമ്മൾ തദ്ദേശീയമായിട്ട് നിർമ്മിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഈ Su-57E എന്ന് പറയുന്ന വിമാനവും കൂടി നമുക്ക് ഇന്ത്യയിൽ തന്നെ അതിൻ്റെ ഭൂരിഭാഗം, അതിൻ്റെ 60% ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കാൻ സാധിച്ചാൽ, അത് അസംബിൾ ചെയ്തെടുക്കാൻ സാധിച്ചാൽ അത് വലിയ നേട്ടമാണ് എന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായാലും അവരുടെ ഓഫർ, റഷ്യയുടെ ഓഫർ 20 മുതൽ 30 വരെ വിമാനങ്ങൾ ആദ്യ ലോട്ടിൽ കൈമാറാം, ഇവിടെ വന്ന് നിർമ്മിച്ച് അസംബിൾ ചെയ്ത് ഞങ്ങൾ കൈമാറാം എന്നാണ് അവർ ഓഫറൊക്കെ വെച്ചിരിക്കുന്നത്. അതിൻ്റെ വിലയെക്കുറിച്ച് മറ്റും ഇപ്പം വലിയ ഇത് നടക്കുന്നില്ല, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇത് വലിയ വില കൂടിയ വിമാനങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. ഈ കൂട്ടത്തിൽ അതിൻ്റെ കൂടെ തന്നെ റഷ്യയുടെ Su-35M മൾട്ടി റോൾ എയർക്രാഫ്റ്റും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അത് ഈ സൈനികമായ ചരക്ക് നീക്കത്തിനും അങ്ങനെ ആയുധങ്ങൾ കൊണ്ടുപോകാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു വിമാനമാണ്. അതും കൈമാറാം എന്നാണ് അവരിപ്പോൾ പറയുന്നത്. എന്തായാലും ഇന്ത്യ ഇക്കാര്യത്തിൽ അമേരിക്ക ഇങ്ങനെ അകാരണമായിട്ട് ഇന്ത്യയെ കുറ്റപ്പെടുത്തുകയും ഇന്ത്യയെ ചീത്ത പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങും. അപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുമ്പം അമേരിക്ക വളരെ രഹസ്യമായിട്ട് പലതും വാങ്ങുന്നുണ്ട്. റഷ്യയിൽ നിന്ന് യുറേനിയം വാങ്ങുന്നുണ്ട് അമേരിക്ക. ബാക്കി കൺട്രീസ് ഒന്നും റഷ്യയായിട്ടൊന്നും ഇടപെടാൻ പാടില്ല, ഞങ്ങൾ അണ്ടർഗ്രൗണ്ടിലൂടെ ഞങ്ങൾ ഇടപാട് നടത്തും എന്ന് പറയും. അതുപോലെ തന്നെ ഈ റഷ്യയിൽ നിന്നാണ് പ്രകൃതിവാതകം യൂറോപ്പിലേക്ക് ഏറ്റവും കൂടുതൽ എത്തുന്നത്. അത് ഇപ്പോൾ ബ്ലോക്ക് ചെയ്യാൻ ഈ അമേരിക്കൻ ഉപരോധം കൊണ്ട് അത് ഭാഗികമായൊക്കെ തടസ്സപ്പെട്ടിരിക്കുന്നു. അപ്പോൾ യൂറോപ്പിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ പെട്രോളും ഡീസലും മറ്റ് സാധനങ്ങളൊക്കെ വളരെ അത്യാവശ്യമാണ്. അവർക്കതിപ്പോൾ റഷ്യയിൽ നിന്ന് നേരിട്ട് വാങ്ങാൻ പറ്റുന്നില്ല. നമ്മളെന്ത് ചെയ്യുന്നു, റഷ്യയിൽ നിന്ന് അത് വാങ്ങിയിട്ട് പ്രോസസ്സ് ചെയ്ത് ക്രൂഡ് ഓയിൽ വേർതിരിച്ച് ഇതെല്ലാം ആക്കി നമ്മളത് വിറ്റുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യും. അങ്ങനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു, അതിലൂടെ പണം, നമ്മൾ വലിയ തുകയാണ് അതിലൂടെ, ഏതാണ്ട് 20 ലക്ഷം കോടി ഡോളറിൻ്റെ ഒക്കെ കച്ചവടമാണ് അതിനകത്തൊക്കെ നടന്നിരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് വലിയ ലാഭം അതിൽ കിട്ടിയിട്ടുണ്ട്. ഇത് ട്രംപിന് സഹിക്കാൻ പറ്റുന്നതല്ല. കാരണം ഈ എണ്ണ ഉൽപ്പാദിപ്പിക്കാത്തൊരു രാജ്യം മറ്റൊരിടത്തുനിന്ന് എണ്ണ വാങ്ങി അത് പ്രോസസ്സ് ചെയ്ത് പെട്രോളും ഡീസലും ഒക്കെ ആക്കിയിട്ട് മറിച്ച് വിറ്റ് അതിലൂടെ വലിയ വരുമാനം നേടുന്നു. ഇത് അമേരിക്കയെ സംബന്ധിച്ച് കനത്ത തിരിച്ചടിയാണ്, അവർക്കൊട്ടും സഹിക്കാൻ പറ്റുന്നതല്ല. അതേമാതിരിയാണ് പോർ വിമാനങ്ങളുടെ കേസും. കാരണം US വേണ്ടാന്ന് വെക്കുന്നു, റഷ്യയിൽ നിന്ന് വാങ്ങുന്നു. അപ്പൊ ഇനി നമ്മൾ റഷ്യയായിട്ട് അല്ല, റഷ്യയുമായിട്ട് നമ്മൾ അടുക്കുന്നു എന്ന് മാത്രമല്ല, നമ്മൾ സൗദിയിൽ നിന്ന് വാങ്ങുമ്പോൾ ഉള്ള പ്രശ്നം, ഇറാൻ നമ്മളുമായിട്ട് ഇന്ത്യൻ രൂപയിൽ കച്ചവടം നടത്താൻ തയ്യാറാണ്. റഷ്യ നമ്മളോട് ഇന്ത്യൻ രൂപയിലാണ് കച്ചവടം നടത്തുന്നത്. സൗദി അങ്ങനെയല്ല, ഈവൻ ഖത്തറിൽ അങ്ങനെയല്ല, അവർക്ക് ഡോളർ കൊടുക്കണം. കാരണം ഈ സൗദിയും ഖത്തറും അമേരിക്കയിൽ വലിയ തോതിൽ പണം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ച് ഡോളർ വിട്ട് കളിക്കാൻ അവർക്ക് പറ്റില്ല. ഇന്ത്യക്കാണെങ്കിൽ ഡോളറിൽ വാങ്ങുമ്പോൾ നമുക്ക് വലിയ നഷ്ടം വരികയാണ്. നമ്മൾ ഈ ഡോളറിന് വേണ്ടി ഇത്രയും പണം നമ്മൾ കൂടുതലായിട്ട് കൊടുക്കേണ്ടി വരുന്നു, ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്രയും പണം കൂടുതൽ ചിലവാക്കേണ്ടി വരുന്നു. പിന്നെ IMF നിന്നുള്ള ഇടപാട്, വായ്പ, അങ്ങനെ ഒരുപാട് കുരിശുകൾ അതിനകത്തുണ്ട്. റഷ്യയോട് അതൊന്നും വേണ്ട, നേരിട്ട് ഉള്ള കാശ് ചക്രം കൊടുത്ത് സാധനം ഇങ്ങ് വാങ്ങാം. അതുപോലെ തന്നെ ഇറാനുമായിട്ടും. അപ്പോൾ ഇപ്പോൾ ഈ റഷ്യ, ഇറാൻ, ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഒരു എണ്ണ അച്ചുതണ്ട് അങ്ങനെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. അത് ട്രംപിനൊട്ടും സഹിക്കാൻ പറ്റുന്നതല്ല. ട്രംപ് അതിനെ, കാരണം ട്രംപിൻ്റെ കച്ചവടമാണ് അവിടെ പൂട്ടുന്നത്. ഈ സൗദിയുമായിട്ടും ഖത്തറുമായിട്ടും ചേർന്ന് അമേരിക്ക നടത്തുന്ന പല ഓപ്പറേഷൻസും
ട്രേഡിൽ അമേരിക്ക നടത്തുന്ന പല കാര്യങ്ങൾക്കും അത് വലിയ വെല്ലുവിളിയാണ്. അതുകൊണ്ട് അവിടെ കച്ചവടം പൂട്ടാതിരിക്കാനാണ് ഈ ബഹളമൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇന്ത്യ പറഞ്ഞു ഞങ്ങളൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തെക്കുറിച്ചുള്ള താല്പര്യങ്ങൾ പോലെ തന്നെ ഞങ്ങൾക്കും ഞങ്ങളുടെ രാജ്യത്തെക്കുറിച്ചുള്ള താല്പര്യങ്ങളുണ്ട്. അതുകൊണ്ട് ആ വിരട്ടൊന്നുമായിട്ട് ഇങ്ങോട്ട് വരണ്ട, ഞങ്ങൾക്ക് F-35 വേണ്ട, നിങ്ങൾ കയ്യിൽ വെച്ചോ. അപ്പോൾ അത് അമേരിക്ക വിചാരിച്ചെന്താണെന്ന് വെച്ചാൽ മോഡി വരണ്ട് ട്രംപിനോട് മൈ ഫ്രണ്ട് അല്ലേ ഉണ്ട് കോംപ്രമൈസിന് ചെല്ലുന്നൊക്കെയാണ് വിചാരിച്ചത്. അതൊന്നും നടന്നില്ല. വളരെ കൃത്യമായിട്ട് ഇന്ത്യയുടെ സ്റ്റാൻഡിൽ തന്നെ ഉറച്ചു നിന്നു. നിങ്ങളുടെ F-35 ഞങ്ങൾക്ക് വേണ്ട. ആ അവസരം നോക്കി റഷ്യ അവിടെ കടന്നു കയറി. അതങ്ങനെയാണ്. നമ്മളെപ്പോഴും ഒരു അവസരം കിട്ടിയാൽ അത് നഷ്ടപ്പെടുത്തില്ലല്ലോ ആരും, ബുദ്ധിയുള്ള ആരും നഷ്ടപ്പെടുത്തില്ല. ഞങ്ങളുടെ കയ്യിലുണ്ട് ഈ ടെക്നോളജി, ഞങ്ങളുടെ കയ്യിലുണ്ട് ഇതിനേക്കാൾ മികച്ച സാധനം, നിങ്ങൾ എടുത്തോ, ഞങ്ങൾ ന്യായമായ വിലയ്ക്ക് തരാം, ടെക്നോളജിയും തരാം. അപ്പോൾ കൃത്യമായിട്ടും ഗുജറാത്തിയുടെ കച്ചവടം അവിടെ വിജയിച്ചു എന്ന് വേണം പറയേണ്ടത്.